ഭക്തിമുഖരിതമായ അന്തരീക്ഷത്തിൽ ദീപങ്ങൾ ഉയർന്നു. മന്ത്രങ്ങൾ മുഴങ്ങി. കാലടി മുതലക്കടവിൽ ഗംഗാ ആരതിക്ക് സമാനമായ പൂർണ്ണ ആരതിക്കും മുതലക്കടവ് സ്നാനത്തിനും തുടക്കമായി. പൂർണ്ണനദിയുടെ തീരവും മുതലക്കടവും ദീപക്കാഴ്ചയിലമർന്നു. കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം, തിരുവനന്തപുരം പൗർണമിക്കാവ് ദേവീക്ഷേത്ര ട്രസ്റ്റ്, കാലടി ശ്രീശങ്കര സംഗീത് ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായാണ് പൂർണ്ണ ആരതിയും മുതലക്കടവ് സ്നാനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീശങ്കരന്റെ സന്യാസത്തിന് കാരണമായതായി വിശ്വസിക്കുന്ന ശ്രീശങ്കരനെ മുതല പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട മുതലക്കടവിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 21-ന് സമാപിക്കും. വൈകിട്ട് 5:30 മുതൽ രാത്രി 8:30 വരെയാണ് പൂർണ്ണ ആരതിയും മുതലക്കടവ് സ്നാനവും നടക്കുന്നത്. പുഴയുടെ മധ്യഭാഗത്തൊരുക്കിയ യജ്ഞശാലയ്ക്ക് സമീപമാണ് ആരതി. പല തട്ടുകളുള്ള വിളക്കുകൾ ഉപയോഗിച്ചാണ് ആരതി. ആരതി നടക്കുമ്പോൾ പുഴയിൽ തോണിയിൽ ശ്രീശങ്കരന്റെ വിഗ്രഹവുമുണ്ട്. ആരതിക്ക് മുന്നോടിയായി പുത്തൻകാവ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീശങ്കരന്റെ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടന്നു. പൂത്താലമേന്തി സ്ത്രീകളും കുട്ടികളും ഘോഷയാത്രയിൽ അണിനിരന്നു. ആരതി ദർശിക്കുന്നതിന് ഭക്തർക്ക് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഴയുടെ കരയിൽ നിന്നും ആരതി കാണാം. കൂടാതെ ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് താൽക്കാലിക പാലത്തിലൂടെയും ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. ജനം, കൊച്ചി.